തീരെ ചെറുതാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ആദ്യം നമുക്ക് ബീട്രൂട്ട് ബർഗണ്ടി, അതാണ് കേട്ടോ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഈ ഷെയ്ഡ് എനിക്കിരിക്കുന്നത്. എൻ്റെ കയ്യിലും മുഖത്ത് വെക്കും. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഒരു 5 മിനി ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റിവ്യൂ പറയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ലിപ്സ്റ്റിക്സ് വാച്ച് ചെയ്ത് നോക്കാൻ പോകുന്നത്. എന്താവുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചതിൻ്റെ ഒരു കുട്ടി കഥ ഞാൻ പറയാം കേട്ടോ. ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്സിൻ്റെ 3 വേരിയൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ന്യൂഡ്സ് ആൻഡ് ബ്രൗൺസ്, വേറൊന്ന് ബ്രൈറ്റ്സ് ആൻഡ് പിങ്ക്. അപ്പോൾ ഈ 2 ഷെയ്ഡിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ കുറച്ച് സ്കിൻ ടോണിന് മാത്രം ചേരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാ സ്കിൻ ടോൺസിനും ചേരണ്ടേ? അപ്പോൾ എന്നെ പോലെ ഈ ഒരു ഷെയ്ഡൊക്കെ ഉള്ളവർക്കും ചേരുന്നതായിട്ടുള്ളൊരു വേരിയൻറ്റ് നോക്കിയപ്പോൾ ഇതിൽ 3ാമത്തെ വേരിയൻറ്റ് കണ്ടു ഗൈസ്. അതാണ് ബ്രൈറ്റ്സ് ആൻഡ് റെഡ്സ് എന്ന് പറയുന്ന വേരിയൻറ്റ്. അത് കുറച്ച് ഡാർക്ക് കളേഴ്സാണ്, ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫെയർ തൊട്ട് കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ചേരുമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പേരാണ് ജസ്റ്റ് ഹെർബ്സ് എന്ന ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനിരിക്കുന്നവർക്കും ഇതൊരു കുട്ടി റിവ്യൂ ആയിട്ട് കൂട്ടാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമിൽ ലിപ്സ്റ്റിക്സ് വാച്ചാണ് ഗൈസ്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ സ്കിൻ ടോണിന്, അതുകൊണ്ടാണ് ഞാൻ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ ഒറിജിനൽ സ്കിൻ ടോൺ കാണുമല്ലോ. അപ്പോൾ ഈ സ്കിൻ ടോണിന് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവമൊന്നുമില്ല. പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, നമുക്കിത് അൺബോക്സ് ചെയ്യാം, യൂസ് ചെയ്യാം. ആൻഡ് എന്താ പറയുക, ഇത് എൻ്റെ പേഴ്സണലി എനിക്ക് എല്ലാ സ്കിൻ ടോൺസിനും ചേരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച ഷെയ്ഡാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ യൂസ് ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അതും ഒരു കൺഫ്യൂഷനായിട്ട് കിടപ്പുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. പാക്കേജിംഗ് ഒക്കെ സെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് വലുതാണ്. തോന്നി എന്തെങ്കിലും ഒരു പണി വരുമെന്ന്. തീരെ ചെറുതാ. ഇതാണ്ട് 1 2 5 ഉണ്ട്. ഓക്കെ, സംഭവം മിനി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും മിനി പ്രതീക്ഷിച്ചില്ല. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി തീരെ ചെറുതാന്ന് തോന്നുന്നു കേട്ടോ. ഒയ്യോ, ഇങ്ങനായിരിക്കുന്നു. ഫസ്റ്റ് ഷെയ്ഡ് ബീട്രൂട്ട് ബർഗണ്ടി, അതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നല്ല കളിപ്പീര. ഇത്രയേ ഉള്ളൂ ഷെയ്ഡ്, പാതി വരെ. ബാക്കിയൊക്കെ കളർ അവിടെ ഇവിടെയും പറ്റിപ്പിടിച്ചിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഫ്രാഗ്രൻസും ഉണ്ട്. ഇത് തൊട്ട് ആദ്യമേ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഷെയ്ഡ് ഓൾറെഡി ഷേംബോറിൻ്റെ ആ ഒരു ഷെയ്ഡ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡുണ്ട്, അത് തന്നെ ഇനി അപ്ലൈ ചെയ്യാവേ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഷെയ്ഡ് എനിക്കിരിക്കുന്നത് ഫേസിൽ ഇട്ടപ്പോഴ്. ഇതെല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ്. ഇത് ഒരുപാട് ലൈറ്റ് പിങ്ക് അല്ല, കുറച്ച് ഡാർക്കിഷ് കളറാണ്. അപ്പോൾ കുറച്ച് എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന പരിപാടിയാണ്. ഈ ഞാൻ ഇട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര സ്മൂത്താണ് കേട്ടോ. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഗ്ലൈഡായി അങ്ങ് പോയി. ഓക്കെ, ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു ലിപ്സ്റ്റിക് അല്ല. ഇനി ഇട്ട പാടെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ചെയ്യുന്നു വെച്ചാൽ
നല്ല രീതിക്ക് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്മഡ്ജ് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇട്ടിട്ട് എത്ര ഒരു മിനിറ്റ് അല്ലേ ആയുള്ളൂ. സ്മഡ്ജ് ആകുന്നുണ്ടോ നമുക്ക് നോക്കാം. ഉണ്ട്, സ്മഡ്ജ് ആകുന്നുണ്ട്, നല്ലപോലെ വരുന്നുണ്ട്, ഒരു ടിൻറ്റ് പോലെ വരുന്നുണ്ട്, കണ്ടോ? ടിൻറ്റ് പോലെ വരുന്നുണ്ട്. ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ, ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ബട്ട് കളർ കൊള്ളാം. കളർ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചേരുന്ന ഒരു കളർ തന്നെയാണ്. കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, സ്മഡ്ജ് ആകുന്നുണ്ട്. ബട്ട് ഇതൊരു ഒരു ബട്ടർ എന്താ പറയുക, ഒരു വഴുവഴുപ്പില്ല, അതേപോലെ ഗ്ലൈഡായി പോയിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ബീട്രൂട്ട് ബർഗണ്ടി എന്ന് പറയുന്ന ഷെയ്ഡ്. ഓക്കെ ഗൈസ്, അടുത്തതാണ് റേസിൻ റസ്റ്റ്. നോക്കാം, എല്ലാത്തിനും ഒരു മണം തന്നെ. ഇതൊരു ബ്രൗൺ കളറല്ലേ? അതെ, ബ്രൗൺ കളറല്ലേ ഇതിന്? ഓക്കെ, ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇങ്ങനെയാണ് ഷെയ്ഡ് ഇരിക്കുന്നത്. രണ്ടാമത്തതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സ്കിൻ ടോൺസിനൊക്കെ ചേരുന്ന ഒരു ഷെയ്ഡാന്ന് തോന്നുന്നു. സംഭവം സ്മഡ്ജ് ആകുന്നുണ്ട്, ഇങ്ങനെ ജസ്റ്റ് നമ്മൾ തൊടുമ്പോൾ തന്നെ സ്പ്രെഡ് ആകുന്നുണ്ട്. ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം മറ്റേതും ഇങ്ങനെ തന്നെ ആയിരുന്നു. അതാണ് ഈ സൈഡിൽ കളർ സ്പ്രെഡ് ആകുന്നുണ്ട്. നല്ലൊരു കളറല്ലേ? കുറച്ചൊരു ന്യൂഡെന്ന് പറയാം, ബട്ട് കുറച്ച് ബ്രൈറ്റാണ്. ആ ബ്രൈറ്റ് ആൻഡ് റെഡ്സ് അത് തന്നെയാണ്, കുറച്ച് ബ്രൈറ്റാണ് കളർ. ന്യൂഡെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഡിമ്മായിട്ടിരിക്കുമല്ലോ, ബട്ട് ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ആദ്യത്തെ കാട്ടിക്കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ യെസ്, ഇനി നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം. മൂന്നാമത്തെ ഷെയ്ഡെന്ന് പറയുന്നത് ഇതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, നോക്കിയിട്ട് ഞാൻ ഇതിൽ ക്യാപ്ഷനിൽ വെച്ചേക്കാം. ഓക്കെ, എല്ലാത്തിനും ഒരേ മണ്ണ്. ആദ്യത്തെ നമ്മൾ എടുത്ത കളറില്ലേ, അതിനെക്കാട്ടി കുറച്ചും കൂടെ ലൈറ്റ് കളറാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തോ പോലെ, അടുത്ത് വരുമ്പോൾ പക്ഷെ കൊള്ളാം. അടുത്ത് വരുമ്പോൾ ഒരു ഇത് കൊള്ളാം കേട്ടോ. എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെയാ പറയുന്നത്. ബട്ട് ദൂരെ നോക്കുമ്പോഴത്തേന് സംതിങ് എന്താ പറയുക, ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് ഇട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് കുറച്ചും കൂടെ സൂം ചെയ്ത് വരുമ്പോൾ അല്ല, കുറച്ച് ഡാർക്ക് കളർ തന്നെയാണ്. ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് ആ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇത് ഭയങ്കര സ്മൂത്താണ്. ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴേ പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഈസ് ദ തേർഡ് കളർ. ഇനി നമ്മൾ എടുക്കുന്നത് പ്ലം റോസ്. അപ്പോൾ ഡസ്റ്റി റോസും ഉണ്ട്, പ്ലം റോസും ഉണ്ട്. ചേട്ടാ, ഇതെല്ലാം ഒന്നാണോ? നേരത്തെ ഇട്ട എന്താ ഡസ്റ്റി റോസിനെ പോലെ തന്നെയല്ലേ ഇതും ഉള്ളത്. സോ ദിസ് ഈസ് സെയിം ആസ് ഡസ്റ്റി റോസ്. പ്ലം റോസും ഡസ്റ്റി റോസും സെയിം തന്നെയാണ്. അതിൽ നമ്മളെ പറ്റിച്ച കേട്ടാ. അത് അവസാനത്തെ കളറാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ 4ാമത്തെ ഷെയ്ഡ് വിട്ട് ഇനി നമുക്ക് ആകെയുള്ള ഫൈനലായിട്ട് ഈ ഒരു ഷെയ്ഡാണ്, ദാറ്റ് ഇസ് റെഡ് കളർ. ഞാൻ ഇട്ടിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇടാൻ പോകുന്നതും. ഓക്കെ, അതെങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, 5ാമത്തെ ഷെയ്ഡിൽ നമ്മൾ വന്നേക്കാണ്. ഷെയ്ഡിൻ്റെ പേര് ഹിബിസ്കസ് റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ഒരു ബോൾഡായിട്ടുള്ളൊരു റെഡ് കളർ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ബോൾഡായിട്ടുള്ളൊരു കളർ. ഓ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് റെഡാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അല്ല ഓരോരുത്തരുടെ ചോയ്സാണ്. എനിക്ക് പേഴ്സണലി ഇട്ടപ്പോൾ എനിക്കിഷ്ടമായി. നല്ലൊരു എന്താ പറയുക, ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു റെഡാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു റെഡാണ്. ഞാനത് ഇട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ മുഖത്തെ സ്കിൻ ടോണാണ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത്. മുഖത്തെ ഒരു ഭയങ്കരമായിട്ടൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് നേരത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. സോ ഒരു ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം. അങ്ങനത്തെ ഉള്ളവരുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ചോയ്സ്. ഇനി റെഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഒന്നും പറയാൻ പറ്റില്ല, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. സോ ഗൈസ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്സിൻ്റെ സ്വാച്ചസ് കഴിഞ്ഞിരിക്കുകയാണ്. മൈ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുവാണെങ്കിൽ റേസിൻ ഡസ്റ്റ്. എനിക്ക് ഹിബിസ്കസ് റെഡ് ഇത് ഇഷ്ടപ്പെട്ടു, റേസിൻ ഡസ്റ്റ് ഇഷ്ടപ്പെട്ടു. പ്ലം റോസും ഡസ്റ്റി റോസും ഏകദേശം സിമിലർ ആണ്. അവർ കുറച്ചും കൂടെ അതിൻ്റെ ഒരു പരിപാടി മാറ്റിയാൽ അത് ഒന്നും കൂടെ എല്ലാവർക്കും ചേരും. അതുകൊണ്ട് അതിൻ്റെ ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് എന്താ പറയുക, നമ്മൾ പ്ലം റോസ് ആദ്യം ഇട്ടപ്പോഴത്തേന് അതിൻ്റെ അതേ സിമിലർ ഷെയ്ഡ് ഒരു ഷെയ്ഡ് കൂടിയാലോ കുറഞ്ഞാലോ എങ്ങനെ ഇരിക്കും, അതാണ് ഡസ്റ്റി റോസിൻ്റെ. അപ്പോൾ അത് രണ്ടും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് എന്നാലും എല്ലാവർക്കും ചേരുന്ന ഒരു ടോൺ തന്നെയാണത്. ആ ഒരു ഷെയ്ഡ് തന്നെയാണ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇനി ബീട്രൂട്ട് ബർഗണ്ടി, അത് കുറച്ച് ഡാർക്ക് ഒരു പിങ്കിഷ് കളറാണ്, അതും എല്ലാവർക്കും ചേരും. സോ ഇത്തരത്തിലുള്ള ലിപ്സ്റ്റിക്സ് 5 ഇവർ പറഞ്ഞത് ബ്രൈറ്റ്സ് ആൻഡ് റെഡ്സ് എന്ന്. അതെ, കറക്റ്റായിട്ട് ബ്രൈറ്റായിട്ടാണ് എല്ലാം നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് ഡിമ്മായിട്ടോ ഇടിഞ്ഞോ ഒന്നും നിൽക്കുന്നില്ല ഈ 5 ലിക്വിഡ് ലിപ്സ്റ്റിക്സും. സോ ഐ തിങ്ക് ഈ 5 എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇതിന് ഒരുപാട് കെമിക്കൽസോ ആക്റ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പേര് കെമിക്കൽസ് അധികം ഇല്ലാത്ത ലിപ്സ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഐ വിൽ ഗീവ് ദിസ് ആൻ ഓപ്ഷൻ. സോ ഓവറോൾ 5 ഐ വിൽ ഗീവ് 3.5 അത്രേ കൊടുക്കുന്നുള്ളൂ. ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നുമല്ല. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞതിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. നല്ല ബ്രൈറ്റ്സ് ആൻഡ് റെഡ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ബ്രൈറ്റ് കളേഴ്സാണ് എല്ലാം. പിന്നെ ചില കാര്യങ്ങൾ ഈ പ്ലം റോസും ഡസ്റ്റി റോസും അതൊന്ന് മാറ്റിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു 3.5 കൊടുക്കുന്നത്. പിന്നെ ഈ സൈസ് എന്താണിത്, കുറച്ചും കൂടെ ഒന്ന് സൈസ് വെച്ചുകൂടെ? കാരണം നമ്മൾ വിചാരിക്കും ഫോട്ടോയിൽ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ കാണുമെന്ന പ്രതീക്ഷയിലായിരിക്കും കേട്ടോ വാങ്ങിക്കുന്നത്. ഐ തിങ്ക് അവർ സൈസും കൂടെ ഒന്ന് മാറ്റണം. കാരണം ഇത്രയും പൈസ കൊടുത്ത് ഓരോരുത്തർ ഞാൻ ഉൾപ്പെടെ വാങ്ങിക്കുന്നതല്ലേ, പെട്ടെന്ന് തന്നെ തീർന്നു പോകും കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് പാതി വരെ അവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളൂ, മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ട് പോലുമില്ല. സോ അത് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ ഐ വിൽ ഗീവ് 3.5 ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.